അപ്പോൾ എനിക്ക് ഹാജി സാബുമായി ബന്ധപ്പെട്ട് പിന്നെ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവുള്ള വളരെ കുറച്ച് ആളുകളുള്ളൂ. അതിൽ എനിക്ക് ഹാജിയെ ബന്ധപ്പെട്ട് ഏറ്റവും രാഷ്ട്രീയ രംഗത്തും നവോത്ഥാന പ്രവർത്തന രംഗത്ത് വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്തൊക്കെ ഏറ്റവും അധികം ബന്ധമുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് പിന്നെ എം കെ ഹാജിയെക്കുറിച്ചുള്ള പുസ്തകങ്ങളിലേക്ക് താങ്കളുടെ ഓർമ്മ എന്തൊക്കെയാണ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് വരും തലമുറക്ക്? അസ്സലാമു അലൈക്കും. നിങ്ങൾ ഇത് ചോദിക്കാൻ വന്നത് വളരെ നന്നായി. കാരണം എം കെ ഹാജി ശരിക്കും വെച്ചിട്ട് 40 കൊല്ലമായെങ്കിലും 40 കൊല്ലമായത് നമ്മൾ കണക്ക് നോക്കി പറയുമ്പോഴേ 40 കൊല്ലമായി അറിയുന്നുള്ളൂ. വെച്ചാൽ അദ്ദേഹം നമ്മുടെ കൂടെ എപ്പോഴും അങ്ങനെ തോന്നിച്ചാൽ എം കെ ഹാജിൻ്റെ സ്മരണ എങ്ങനെ നമ്മുടെ കൂടെ ഉണ്ട്. ഞങ്ങളെപ്പോലെ ആൾക്ക് പ്രത്യേകിച്ചു ഞങ്ങളെപ്പോലുള്ള ആളുകൾ എം കെ ഹാജി സാറിനെ നേരിട്ട് കണ്ടതാണ് മാത്രമല്ല കൂടെ ഒരുപാട് പദ്ധതികളിൽ പങ്കെടുത്തതാണ്. പ്രത്യേകിച്ചും പാർട്ടി പിളർന്നതിന് ശേഷമുള്ള സംഭവവികാസങ്ങളിൽ ബോംബെയിലേക്ക് ഞങ്ങൾ പോയി യാത്ര ചെയ്തിട്ട് അവിടെ യോഗം ഉണ്ടായിട്ടുണ്ട്. മുപ്പരുടെ തട്ടകമായിട്ടുണ്ട് ചെന്നൈ. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ചെയ്യാനോട് സംസാരിക്കുന്ന സമയത്ത് പ്രവർത്തന ശൈലിയിലും മറ്റെല്ലാറ്റിലും എം കെ ഹാജി സാഹിബിൻ്റെ സ്വഭാവത്തിലുള്ള മറ്റാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ ജമാൽ സാഹിബ് വെച്ച് രണ്ടുപേരും വിശ്വാസം തങ്ങൾ പറഞ്ഞിട്ടുള്ള അനാഥകളെ സംരക്ഷിക്കുന്നവരും സംരക്ഷിക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഇരുവരായിട്ടുള്ളത് ലക്ഷ്യം കാണിച്ചത്. അതിൻ്റെ എല്ലാ ഗുണഫലങ്ങളുള്ള ആളുകളാണ്. എനിക്ക് ഇപ്പോൾ നിങ്ങൾ ധാരാളം ആളുകൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ ഈ 2 ജനറേഷൻ കൂടെ വർക്ക് ചെയ്തതാണ്. ഒന്ന് എം കെ ഹാജിൻ്റെ കൂടെ, എം കെ ഹാജിയുടെ മക്കൾ ബാബ പോലുള്ള ആളുകൾക്ക് കൂടെ ഞാൻ വർക്ക് ചെയ്തു. ഇബ്രാഹിം ഹാജിൻ്റെ കൂടെ ഇബ്രാഹിമിൻ്റെ മക്കളെ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടുമായിരുന്നു. അത് പ്രസക്തമായ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ സേവന രംഗത്ത് ഓരോ മേഖല തിരഞ്ഞെടുക്കുക. അതിൽ എം കെ ഹാജി ജീവിതത്തിലൂടെ അനുഭവത്തിലൂടെ തിരഞ്ഞെടുത്ത മേഖലയിൽ ശാലകളെ നോക്കാൻ നോക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് അനാഥശാലകളുണ്ട്. മറ്റേ നമ്മളെ വാഫണത്തിൽ 2 ബോർഡും അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് അനാഥശാലകളുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ JDT അല്ലെങ്കിൽ തിരങ്ങാടി മുക്കെന്നൊക്കെ പറഞ്ഞ എത്തിങ്കാനകൾക്ക് തന്നെ മൊത്തത്തിൽ ചിലവാകിയ സ്ഥാപനങ്ങൾ പറയാൻ പറ്റുന്ന സംഗതിയാണ്. പക്ഷെ അതിനെല്ലാം വേറിട്ട് നിൽക്കുന്ന സംഗതി കൂടിയാണ് ശരിക്കും തിരുവങ്ങാടിയുടെ കാര്യം. കാരണം എല്ലാ ദിവസവും വൈകുന്നേരം എത്തിങ്ങനെ ഒന്ന് മഴ നിസ്കരിഞ്ഞാളെ വന്നാൽ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എത്തിയും കുട്ടികളെ ഓരോരുത്തരെ കണ്ട് ഒരു തലയിൽ തലോടി വലിയ ഒരു ഇതൊക്കെ കാണിച്ച് അങ്ങനെ പോവുള്ളൂ. അത് ചെയ്യാൻ പോയത് എം കെ ഹാജിയുടെ ജീവിതത്തിൽ നാട്ടിലുള്ളപ്പോൾ അത് അദ്ദേഹത്തിന് ദിനചര്യപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ആ കുട്ടികളൊക്കെ തലോടി സംഗതി തരും പറഞ്ഞു അങ്ങനെ പോകുന്നവർ കരുതുവാണ്. അവരെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കും മിക്കവാറും. മകനെ ഭക്ഷണം കഴിപ്പിക്കുക. അതെ അതെ, ഒക്കെ അവർ നല്ല സ്വഭാവങ്ങൾപ്പെട്ടത്. അപ്പോൾ അവർ കൂടെ ഇതാക്കും. ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം ഉണ്ടെന്ന് കണ്ടാൽ അതിൻ്റെ വിവരം ചോദിക്കുക, എന്താണ് ഇതിലെ ഡോക്ടർ കാണിച്ചത്, എന്താ ക്ഷീണം എന്നൊക്കെ ചോദിക്കുന്ന ഒരു പ്രകൃതമാണ്. എൻ്റെ മക്കളാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ കൊണ്ടുവരുന്നത്. പിന്നെ ഒരു സംഗതി എന്ന് പറയുന്നത് വിവേചനങ്ങളില്ലാത്ത, അതായത് മുമ്പ് ഒരു കാര്യം നിർബന്ധത എന്തെങ്കിലും കുട്ടി ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് അവനെ കാണിക്കേണ്ട കാര്യമില്ല. അവനെ എല്ലാ കുട്ടികളെ പോലെ നിങ്ങളെ കുട്ടികളെ പോലെ തന്നെ അവനെ ആക്കണം. ആ പ്രിൻസിപ്പിളിലൊക്കെ നിന്ന ആൾക്കാർ വേറെ ഉണ്ടോ ഇല്ലേ എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഓർമ്മയിലില്ല. ആ വ്യത്യാസം എനിക്ക് പാടില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു സംഗതിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെന്തെങ്കിലും കണ്ട ഓർമ്മ? ഞാൻ കണ്ടെന്നല്ല, അവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അന്ന് മുതലേ അങ്ങനെയാണ്. അവരുടെ പെരുമാറ്റ രീതി മറ്റേ കുട്ടികളുടെ എത്തിയും കുട്ടികൾ എന്നുള്ളൊരു അവർക്ക് തോന്നാത്ത വിധത്തിൽ ഏറ്റവും കുട്ടികൾക്ക് സ്വന്തം മക്കൾക്കുള്ള തന്നെയാണ്. മറ്റൊരു സംഗതി ഞാൻ കാണുന്നത് വെച്ചാൽ എം കെ ഹാജി വളരെ ദരിദ്രമായ പ്രശ്നത്തിൽ വളർന്ന ആളാണ്. ഈ തിരങ്ങാടിക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തും പഴയ കച്ചവടം പോയി, പ്രധാനമായിട്ട് ബേക്കറി. തിരങ്ങാടിക്കാർ ഇപ്പോഴൊക്കെ മാറി. എം കെ ഹാജി സാഹിബ്
ബേക്കറി സ്വഭാവത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് നടന്ന് കച്ചവടം ചെയ്തു. അത് എനിക്ക് അത് പ്രസംഗത്ത് പറയാറുണ്ട്. അവര് ഞാൻ നടന്ന് ഹൽവ വിറ്റ ആളാണ്. തൈര് ഞാൻ ചോദിച്ചപ്പോൾ അതിപ്പോ പറയേണ്ട കാര്യം ഞാൻ ചോദിച്ചു. ഞാൻ എൻ്റെ അപ്പൊ മൂപ്പർ ചൂടായി. അത് പിന്നെ എന്താ പറയാൻ, അവനവന്റെ ജീവിതമല്ല വേറെ പറയാണ് ചൂട ചൂട. അപ്പൊ മൂപ്പര് എന്താ വെച്ചാൽ ഞാൻ ആരായിരുന്നെന്ന് എല്ലാവരും അറിയട്ടെ. അതെല്ലാവർക്കും വേറെ പൊക്കസം കാണിക്കണ്ടേ ഒരു സ്വഭാവത്തിൽ. പിന്നെ വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സ്നേഹം തന്നാണ് എനിക്ക് അയച്ചത്. അന്നത്തെ ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ സംഘർഷവിധമായിരുന്നു. എന്നും ഓരോ പ്രശ്നം, അത് ഇത് പ്രശ്നങ്ങളൊക്കെ. ഞങ്ങളാണെങ്കിൽ ഫീൽഡിലുള്ള ആളുകൾ കുറച്ച് എണ്ണം കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കാരണം MK ലീഗ് 2 പിളരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന MK ഹജി, അതിന് ആളുകളൊക്കെ ഉണ്ട്, കൈസാഹിബൊക്കെ. ഇവരൊക്കെ എന്ന് പറയുന്നത് ലാസ്റ്റ് വേർഡ് എന്നുള്ളതാണ്. അത് വലിയ നേതാക്കന്മാരല്ലോ, ഈ നേതാക്കന്മാർക്ക് പോലും അവരെന്താണ് പേടിയാണ്. കാരണം അവർക്ക് വേറെ ഒന്നും മറച്ചു വെക്കാനില്ല, പ്ലെയിനാണ്. ആ നിലയിലുള്ള ഒരു സമീപന രീതിയായിരുന്നു. അത് മാത്രമല്ല വ്യക്തിയോട് വലിയ സ്നേഹമായിരുന്നു. ഈ പഴക്കമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. CHനോടൊക്കെ വലിയ സ്നേഹമായിരുന്നു. കാരണം അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ദീനിന്റെ വളാഞ്ചേരി കുട്ടി പഠിച്ച ഒരാള് പ്രസംഗിച്ചാണ്, ഞാൻ ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ് അഖിലേന്ത്യാ ലീഗ് എന്നാണ് ഞാൻ ഇവരൊക്കെ പറയുന്നത്. നിങ്ങൾ ഇതിൽ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ പാർട്ടി പോകരുത്, മുസ്ലിം ലീഗിൽ തന്നെ പോകണം. പിന്നെ ഇവിടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, തെലുങ്കാന ഓർഫനേജിനെ സംബന്ധിച്ചിടത്തോളം അന്ന് എനിക്ക് തോന്നുന്നത് ഈ ഓർഫനേജ് കൺട്രോൾ ബോർഡ് എന്നുള്ള ഗ്രാൻഡൊന്നും കിട്ടി തുടങ്ങിയ കാലമല്ല. JDT കഴിഞ്ഞ് എനിക്ക് ഓർമ്മയില്ല, JDT സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷം ഉടനെ വന്നത് ഇതാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ യഥാർത്ഥത്തിൽ അതിലൊക്കെ തന്നെ അദ്ദേഹം വളരെ നല്ല ഒരു താല്പര്യമെടുത്തു. മാത്രമല്ല ഈ നല്ല നമുക്കൊരു പാഠം പഠിക്കാനുള്ള എന്തെങ്കിലും നമ്മൾ നല്ലൊരു ഉദ്ദേശം വെച്ചിട്ട് ആ ഉദ്ദേശം നമ്മൾ ജീവിതത്തോട് കാണിക്കുകയും ചെയ്തിട്ട് ഒരു പ്രവൃത്തി നടത്തിയാൽ അതിൽ നിന്ന് വഴിമാറി പോകാൻ പിൻകാലത്ത് വരുന്ന തലമുറയ്ക്ക് സാധിക്കില്ല. കാരണം എന്താ പറയുന്നത്, മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്ത് പരിപാടി ആവിഷ്കരിക്കുകയാണെങ്കിലും ദരിദ്രനായ ഒരു ഭാരതീയന്റെ മുഖം നിങ്ങളുടെ മുമ്പിൽ കെട്ടതായി പ്ലാൻ ചെയ്യാം. എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ദരിദ്രനായ ഭാരതീയന്റെ മുഖം വേണം. യഥാർത്ഥ MK ഹജി സാഹിബിന്റെ സംഗതി ഓർഫനേജുമായിട്ട് ബന്ധപ്പെട്ട്, അതിന്റെ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംഗതി ചെയ്യുകയാണെങ്കിലും അത് അദ്ദേഹം ദരിദ്രനായ, പ്രയാസപ്പെടുന്ന, അനാഥനായിട്ടുള്ള ഒരു എത്തിൻകുട്ടിയുടെ ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവും. എല്ലാ അങ്ങനെ ചെയ്തു. പിന്നെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, എല്ലാ സമയത്തും ഞാൻ പറയാറുണ്ട്, അദ്ദേഹം നേതൃത്വം നിൽക്കുന്ന സമയത്ത് അധ്യാപകന്മാർക്ക് അവിടെ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ആയിരുന്നു. ഹയർ സെക്കൻഡറി സ്കൂള്, ഹൈസ്കൂള്, കോളേജ്, ഹയർ സെക്കൻഡറി എല്ലാം വന്നല്ലോ. പക്ഷെ അത് കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു വ്യത്യസ്ത സംസ്കാരം അതെന്താ വെച്ചാൽ ഒരാളോടും പൈസ വാങ്ങില്ല. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഞങ്ങൾ പറയാറുണ്ട്, ശുപാർശയൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ ശുപാർശ പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് വരുന്ന ആൾ പറഞ്ഞ ശുപാർശയിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സാഹചര്യം കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മൾ കേട്ട് എന്ത് സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളീ പറഞ്ഞ കേസ് അതിൻ്റെ മുന്നിട്ടുള്ളൂ, ദാരിദ്ര്യമായിട്ടുള്ളതാണ്, തിങ്ങാനായിട്ട് പിടിക്കുന്നതാണ്, അത് ആ നിലയിൽ കൃത്യമായിട്ട് നോക്കുന്ന ഒരു സമീപന രീതിയിലായിരുന്നു. എന്നോട് ഞാനിപ്പോൾ പ്രാവശ്യം ശുപാർശ ചെയ്തത് കിട്ടി ലെക്ചറർ പോസ്റ്റ്. ആ ലെക്ചറർ പോസ്റ്റ് ഞാൻ ഭാവനയും പിന്നെ മോഹൻലാലിനെ കുറിച്ച് സംസാരിച്ചു. സാധുകുട്ടിയാണ്, മെറിറ്റ് പെൺകുട്ടിയാണ്, മെറിറ്റ് വയസ്സ് എന്തായാലും നന്നാവും, ഏതാ നിങ്ങൾ പ്രത്യേക പരിഗണന ചെയ്യുന്നത്. അവർ നല്ല നിലയിൽ പരിഗണിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഞങ്ങൾ നിങ്ങൾ കാണാൻ വെറുതെ വന്നതാണ്. കാരണം വെച്ചാൽ ഈ പോസ്റ്റിന് ഒരു കേരളത്തിൽ ഒരു കോളേജിൻ്റെ പേരുണ്ട് സ്ഥാപനത്തിൽ, ഞാനത് ഇവിടെ ഒഴിവാക്കുന്നില്ല. അതിന് ഈ പ്രാവശ്യം വാങ്ങിച്ചത് 60 ലക്ഷം രൂപ.
ഈ 60 ലക്ഷം റുപ്യ വാങ്ങിച്ചിട്ട് കൊടുത്തൊരു പോസ്റ്റാണ്, ഒരു പൈസയും കൊടുക്കാതെ ഞാൻ എൻ്റെ ഭർത്താവ് അവിടെ വന്നപ്പോൾ അവൻ തന്നു. അത് ആൾക്കൊരു വാക്ക് മതി ഇത്തരം ആളുകളെ സംബന്ധിച്ചു. പിന്നെ എന്നോടുള്ള അറ്റാച്ച്മെൻറ്റിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയും. ഞാനിപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന വീട് ഇതിൻ്റെ കൊണ്ടിരിക്കലാണ്. അപ്പോൾ ഇങ്ങോട്ട് റോഡില്ല, നിങ്ങൾ കുറേ കോടതി കൂടെ ചുറ്റി തിരിഞ്ഞു പോയിരുന്നു, എന്നാലും ഇവിടെ എത്തൂല. അപ്പോൾ എന്ത് ചെയ്യും, ഞങ്ങൾ സാധനം മാവില്ല ഇതിന് മുമ്പിൽ PHD ഉണ്ട്, വാട്ടർ തൊട്ടിൽ. അതിൽ നമുക്ക് എല്ലാവരോടും പറഞ്ഞു വാശി വെച്ച് എനിക്ക് എന്തായാലും പോകണം ഒരു വീട്ടിൽ. പക്ഷെ അതിനോട് കഴിയില്ല. അത് കുണ്ടലടയെ ഇരുട്ടാണ്. അതേപോലെ അതിനെ കൊണ്ട് സാധിക്കും. കുറച്ച് നടന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു പിന്നെ ശരിയാവില്ല. വളരെ സങ്കടമുണ്ട്. എന്നിട്ട് പക്ഷേ അവിടെ മടങ്ങി. പിന്നെ എന്നെ വിളിച്ചു, വലിയ പറയുമ്പോൾ കരയുന്നുണ്ട്, വരാൻ അത്ര ആഗ്രഹത്തോട് വന്നതാണ്. അങ്ങനത്തെ ഒരു ശക്തി. അതെ. പിന്നെ മുസ്ലിം ലീഗ് വളർന്നപ്പോൾ അദ്ദേഹത്തെ വളരെ വേദനിപ്പിച്ചു. അതിൻ്റെ പഴയ നേതാക്കന്മാർ നമ്മളൊന്നും സമാനതകളില്ല, അവരുടെ ആ മൂല്യങ്ങളും അവരുടെ. അപ്പോൾ എന്തെല്ലാം വാശിയും വഴക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കായിരുന്നെങ്കിലും മുസ്ലിം ലീഗിൽ ഇങ്ങനെ ഒരു വന്നില്ല. കാരണം ഇതൊക്കെ വാപ്പിത്തങ്ങളുടെ ജനറേഷനിൽ വർക്ക് ചെയ്തവർക്ക്. അപ്പോൾ അവർക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് വേദനിക്കുന്ന കാര്യമായിരുന്നു. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതൊരു വലിയ സങ്കടമുണ്ടായി. പക്ഷേ പിന്നെ രാഷ്ട്രീയമായി മുസ്ലിം പറയാതെ. പിന്നെ മറ്റൊരു സംഗതി ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മുസ്ലിം മുജാഹിദ് സുന്നി ഇപ്പോൾ നമ്മുടെ ഇത് മറ്റ് സംഘടനകളൊക്കെ ഇവരുമായി മുസ്ലിമുകളുടെ പ്രസ്ഥാനങ്ങളുടെ സമീപന രീതി കൃത്യമായി വരച്ചു കാട്ടിയാണ് MKJ വളരെ ശക്തനായ ഗവൺമെന്റ് നവോത്ഥാന സംരംഭത്തിന്റെ. അത് കാരണം KM മൗലവിക്ക് ആദ്യം വരുന്നത് സി സാഹിബ്, KM മൗലവി അങ്ങനെ വന്നതാണ്. അങ്ങനെ വന്ന് അന്ന് EK മൗലവി KM തിരങ്ങണിയാണല്ലോ പേര്. അപ്പൊ ആ ഒരു അത്രയും അതിന്റെ കോറായിട്ടുള്ള വ്യക്തിയായിരുന്നെങ്കിലും അദ്ദേഹം മറ്റാളുകളോട് കാണിച്ചത് ബഹുമാനം വളരെ വലുതായിരുന്നു. ഇവിടെ എല്ലാവരും തങ്ങന്മാരാണ് തങ്ങളാണ് പറഞ്ഞിട്ട് അവർ തങ്ങളെ തിരഞ്ഞെടുത്തി. അപ്പൊ അങ്ങനത്തെ ഒരു സമീപന രീതിയായിരുന്നു അത്. മകന് വലിയ ഒരു സംഗതിയായിരുന്നു. പിന്നെ ഞാൻ വേറെ സംഗതി കണ്ടത്, ഞാൻ അവരുടെ കൂടെ ബാബിത്തങ്ങളുണ്ട് എനിക്കായിട്ടുണ്ട്. വയനാട്ടിൽ അവർ പോകുമ്പോൾ അത് ഞങ്ങൾക്ക് പിള്ളേരാണ്. എന്താ പറയുക, സ്റ്റെപ്നീസ് ക്ലാസ്സിൽ മരുന്ന് വന്നവർക്ക് പ്രസൻസ് തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാവരും തന്നെ ചില സംഗതികളൊക്കെ അങ്ങനെ വേണമല്ലോ. വലിയ ഇറക്കുമാർ വളരെ കുറച്ചൊക്കെ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ പോകുന്ന സമയത്ത് ബാബിത്തങ്ങളാണ് അത് ചുരത്തിൻ്റെ ഒരു ചുരമുണ്ട് 4 എന്ന് വെച്ചാൽ അവിടെ എത്തിയപ്പോൾ നമുക്ക് നിസ്കരിക്കാം. അപ്പോൾ എനിക്ക് അത് പറഞ്ഞു നമുക്ക് അവിടത്തെ നിസ്കരിക്കാൻ പറ്റിയേക്കും, ജമ്മാക്കണ്ട, ജമ്മാക്കിയാൽ മതി. അപ്പോൾ ബാഫിദ് ആയിക്കോട്ടെ, അതിനിപ്പോൾ എൻ്റെ തടസ്സമായിട്ട് എൻ്റെ ബുദ്ധിമുട്ടല്ലേ. കാരണം ബാഫിദങ്ങൾ ഇമാമായി നിന്നിട്ട് MKJ മമ്മുമായി നിന്നു. മാത്രമല്ല ഒന്നും എടുക്കാനുള്ള വെള്ളം MKJ ആണ് ഒഴിച്ചു. പല സംഗതിയാണ് അദ്ദേഹത്തിനെ സമീപിക്കുമ്പോൾ എന്തുപോലെ കൊടുത്ത എല്ലാവരും വലിയ വലിയ സൂക്ഷ്മതയായിരുന്നു. പിന്നെ ഇത് ഓർക്കാൻ കഴിയുന്ന നല്ല കാര്യം, കാലത്തൊട്ട് 40 കൊല്ലം കഴിഞ്ഞു തിരുവങ്ങാടിൻ്റെ ആ വിശ്വാസ സംഗതി, അതിൻ്റെ ദൗത്യബോധം പിൻകാലത്തുള്ളവർ മാറ്റിയതേ ഇല്ലല്ലോ. കറക്റ്റ് തുറന്നല്ലോ. ഞാനൊരു 7 കൊല്ലം വിദ്യാഭ്യാസം തരുന്നത്, പലരും ചില ഇതിൻ്റെ പേരൊക്കെ വാങ്ങിയ സ്ഥാപനങ്ങൾ സാധുക്കളെല്ലാം മറന്നുണ്ടാക്കി വലിയ മഴയാക്കി സംഗതികളൊക്കെ ഉണ്ട്. പക്ഷേ തിരൂരങ്ങടി അന്നൊന്നും അങ്ങനെ യാതൊരു മാറ്റങ്ങളും. ഒരു കുട്ടീനെ കൊണ്ട് അവിടെ നിന്ന് പൈസ ഇല്ലാത്തവർ കരുതി പോകേണ്ടി വന്നിട്ടില്ല, പൈസ വാങ്ങില്ല. അതിൽ ഞാൻ ഇവിടെ ഓരോ വലിയ എത്തിങ്ങാനിൻ്റെ പൈസ തപാൽ മണി ഓർഡറാണ്. ഇന്ന് ഗൂഗിൾ പേ ഒന്നുമില്ല. ഇത് പിന്നെ കുറേ ഉണ്ടാവും, 50 റുപ്യ 100 റുപ്യ അങ്ങനെ വരും. ഇതെല്ലാം അവിടെ നിന്ന് ഒപ്പിട്ടിട്ട് പോകാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, പോസ്റ്റ്മാൻ അവിടെ വെച്ചിട്ട്
അന്ന് ഞാൻ അക്കൊല്ലം കൊല്ലം ഞാൻ ഈ പറഞ്ഞ കൊല്ലം പീച്ച് മണ്ണിനായിരുന്നു. അപ്പോൾ നമ്മൾ സലാമില്ല സലാമിലെ വാപ്പ അപ്പോൾ പീച്ച് മണ്ണി. അപ്പോൾ എല്ലാം വരുമ്പോഴത്തേക്ക് ഒപ്പിട്ടു ഇത്ര പൈസ. അത് ഞാൻ പറഞ്ഞു ബർക്കത്ത് നിന്ന് നമ്മൾ സാധനം പറയുന്നത് നിങ്ങൾ കൈക്കൂലി വാങ്ങിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് വേറെ വഹിക്കുന്നത് അതിൻ്റെ ഒരു അങ്ങനെയെല്ലാം ഉള്ളൊരു സമീപന രീതിയായിരുന്നു. അത് നല്ല ടീമായിരുന്നു. ഇവര് എന്ന് പറയുന്നത് കുഞ്ഞാത് നമ്മളെ പിന്നെ പൂങ്ങാട് മേലെ അവരൊക്കെ ഉണ്ടല്ലോ. ഇവരെല്ലാം എന്ന് പറയുന്നത് ഇവരെല്ലാം അതിനെ ചുറ്റിപ്പറ്റി വളർന്നു വന്നവരാണ്. അപ്പോ അത് ആയിരിക്കാം. മദ്രാസിൽ ഒരു പ്രധാനപ്പെട്ട അമൃത്സറാണ് ഞങ്ങൾ പോയി താമസിച്ചത്. ചെന്നൈയിൽ മീറ്റിംഗ് അപ്പൊ അമൃത്സർ വളരെ ഫേമസ് ആണ്. കണ്ടുമാണ് ഇപ്പൊ ഒരുപാട് മലയാളികൾ ഹോട്ടൽ വന്നു, ഒരുപാട് വന്നു. പക്ഷെ അമൃത്സറിൽ നിന്ന് നമ്മൾ അയക്കണം. ചെന്നൈ പോയാൽ നമ്മൾ അവിടെ പോകും. എല്ലാവരും അവരെന്താ പറയാ അത് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് താമസിക്കാനും ഭക്ഷണം അതുമൊക്കെ സേഫ് സെന്ററിന്റെ മെയിൻ സെന്ററിന്റെ അവിടെയാണ്. അതൊക്കെ തന്നെ ആ സ്നേഹവും സഹകരണവും പിന്നെ ശുഭാപ്തി വിശ്വാസവും. പിന്നെ ദേഷ്യം ദേഷ്യം പിടിക്കുന്നു. പക്ഷെ ദേഷ്യം പിടിക്കുന്നത് ഒറ്റ കാര്യത്തിലാണ്. ഈ എത്തിങ്ങാനന്റെ നടത്തിപ്പിലോ വൃത്തിയിലോ കാര്യത്തിലോ എന്തെങ്കിലും കണ്ടാൽ അപ്പൊ ചോദിക്കും, ബന്ധപ്പെട്ടവർ വിളിക്കും. അതല്ലാത്ത കാര്യത്തിലും ചോദിക്കില്ല. അങ്ങനത്തെ പ്രകൃതി ഉണ്ടായിരുന്നു. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഇസ്മായിൽ സാഹിബ് സംഘടിപ്പിച്ച ഒന്നാമത്തെ സമ്മേളനം MK രാജൻ സാഹിബാണല്ലോ അതിന്റെ മുഴുവൻ പ്ലാനിങ് സാമ്പത്തികവും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് തടികൊണ്ട് അധ്വാനിക്കാനും പൈസ ചെലവാക്കാനും പൈസ ആദ്യമില്ല. പൈസ ഉണ്ടായി പൈസ ചെലവാക്കാനും എല്ലാത്തിനും അദ്ദേഹം തന്നെ. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം നമ്മൾ അവിഭക്ത ലീഗിൽ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വലിയ വലിയ നേതാക്കന്മാരൊക്കെ നമ്മൾ നയിക്കുന്ന കാലമാണ്. ആ കാലത്ത് എന്തും അദ്ദേഹത്തിന് അത് ടോപ്പ് പൊസിഷനിലാണ്. പക്ഷെ ആ ടോപ്പ് പൊസിഷനിൽ നിന്നിട്ട് അന്നത്തെ മന്ത്രിമാരോടോ മറ്റാളോടോ ഒന്നും മൂപ്പൊരു കാര്യം കാര്യമില്ല. സേവനം ചെയ്യാനുള്ള മനസ്സിലാക്കി നടക്കുന്നത് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. പുതിയ തലമുറ ധാരാളം വായിക്കട്ടെ, മനസ്സിലാക്കട്ടെ. അതിനാൽ നമ്മൾ ചെയ്ത അല്പങ്ങൾ ഇങ്ങനെ സ്മരണിയായ പോലെ നിങ്ങൾ അത് എന്താണ്, അതൊരു വിഭാഗത്തിൻ്റെ ഭാഗമാണ്. നല്ല വ്യക്തികളെ പിന്നെ പ്രചരിപ്പിക്കുന്നതും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതും നല്ലത് പറയുന്ന സംഭവം അത് തന്നെ. അതൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശ്രമങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടത് സർക്കാരുമായിട്ട് അള്ളാഹ് ചെയ്യും. DPP കാലത്ത് നിങ്ങളെ എതിർക്കാണല്ലോ ഞാൻ മാത്രമേ. എന്നിട്ട് ഞാൻ ചേർന്ന് ഓം ബഷീറിനെ കുടുങ്ങി. പിന്നെ എനിക്ക് അനുകൂലം ശരിക്കും പ്രൈമറി സ്കൂളിൽ DPP ആക്ടിവിറ്റീസ് ബേസ്ഡ് ആണ്. ലേണിംഗ് ബൈ ഡൂയിങ്, ലേണിംഗ് ബൈ പ്ലേയിങ്. ആ കോൺസെപ്റ്റ് ഉള്ളതാണ്.